ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഒരു അടിപൊളി സാധനമാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും കാണുന്നുണ്ടാവുക. പാൽപ്പൊടിയും കുറച്ച് പഞ്ചസാരയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി പൊറോട്ട കേട്ടോ. പൊറോട്ട എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ റൊട്ടി. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. അതേപോലെ തന്നെ ഉരുളിയിൽ വറ്റിച്ച കോഴി ഫ്രൈയും ഉണ്ട്. അപ്പോൾ ഈ ഒരു റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മൈദ ആണ് വേണ്ടി കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടിയിലാണ് കാണിക്കുന്നത്. 4 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. മൈദ ആകുമ്പോൾ കുറച്ചും കൂടെ കാണാനൊരു ഭംഗി ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനൊരു 1 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം, പഞ്ചസാരയും ചേർത്തു. പിന്നെ വേണ്ടി ഓയിലോ നെയ്യോ ഇല്ലേതെങ്കിലും ഒന്നിട്ട്, ഞാൻ ഒലിവ് ഓയിലാണ് ചേർത്തത്. 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് 2 മുട്ടയാണ് കേട്ടോ. ഒരു അത്യാവശ്യം വലിപ്പമുള്ള 2 മുട്ടയാണ്. അപ്പോൾ ഞാൻ 4 കപ്പ് പൊടി എടുത്തതുകൊണ്ട് 2 മുട്ടയാണ് എടുത്തത്. 2 കപ്പ് പൊടിയാണെങ്കിൽ ഒരു മുട്ട മതി കേട്ടോ. അപ്പോൾ അതാ 2 മുട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടിയത് നമ്മൾ നേരത്തെ പൊടി എടുത്ത അതേ സെയിം അളവിൽ കപ്പിൽ ഞാനിപ്പോൾ 1 കപ്പ് പാലാണ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇളം ചൂടുള്ള പാലാണിത് കേട്ടോ. റൂം ടെമ്പറേച്ചർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇളം ചൂടുള്ള ഒരു പാലാണ് എടുത്തത്. 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുഴയ്ക്കാം. ഇനിയിപ്പോൾ കുഴച്ച് നോക്കിയിട്ട് ബാക്കി ആവശ്യത്തിന് വരുന്ന പാലും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പേ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ആദ്യം ഒന്ന് കുഴച്ച് നോക്കുക. അപ്പോൾ അതൊന്ന് കുഴഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനി വെള്ളം പോരാ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അടുത്ത 1 കപ്പും കൂടെ ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെ ഒഴിക്കുക. ഒരു 1/2 കപ്പോളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നോക്കാം കേട്ടോ. നല്ല ചപ്പാത്തിൻ്റെ ഒരു പാകമാണ് വേണ്ടിയത്. നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. സ്റ്റിക്കി ഒന്നും ആവണ്ട, നല്ല മയത്തിൽ. അപ്പോൾ അതൊരു 1/4 കപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആ 1 കപ്പ് പാലെടുത്തതിൽ ഒരു 1/4 കപ്പ് ഇവിടെ ബാക്കിയാണ്. ഇത്രയാണ് എനിക്കിപ്പോൾ ഇവിടെ ആവശ്യം വന്നത്. അപ്പോൾ ഈ പാലിൻ്റെ അളവ് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല കേട്ടോ. ഓരോരുത്തരുടെ കയ്യിലുള്ള പൊടിൻ്റെ അതനുസരിച്ചിരിക്കും. ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടോ കുറച്ച് ഇങ്ങോട്ടോ വരാനുണ്ട്. ചെറിയ വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ 4 കപ്പ് പൊടിക്ക് 1 1/4 കപ്പ് പാലാണ് ഇവിടെ ആവശ്യമായിട്ട് വന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന അതേ ഒരു പാകം തന്നെ കേട്ടോ. പൊറോട്ടക്കായാലും അതുപോലെ ചപ്പാത്തിക്കായാലും ഒക്കെ നമ്മൾ കുഴക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴക്കില്ല, ആ ഒരു പാകം. ഇതിപ്പോൾ കണ്ടല്ലോ, 1/4 കപ്പ് പാൽ ഇവിടെ ബാക്കിയാണ്. അതിവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അളവിൽ മാത്രം ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നല്ല എന്താ പറയുക, നല്ല പാകത്തിലായിരിക്കണം കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞാൽ മാത്രമേ റൊട്ടി നന്നായിട്ട് വരുള്ളൂ. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിലാണ് കുഴച്ചത്. ഇതിനിപ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഏറ്റവും മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതവിടെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ അരമണിക്കൂർ ടൈം ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് നമ്മൾ ഇതിന് പറ്റിയ ഒരു കറിയും കൂടെ ഉണ്ടാക്കുകയാണ്. കറിയല്ല, ഫ്രൈ. അപ്പോൾ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ ഉരുളിയിൽ വറ്റിച്ച ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഞാനൊന്ന് പറയട്ടെ. ഒരാളിപ്പോൾ എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിരുന്നു, ഏത് വെളിച്ചെണ്ണയാണ് വാങ്ങൽ, നല്ല മണം ഉണ്ടോ, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ. നല്ല ഇതാണ് കേട്ടോ. ഓർഗാനിക് എന്ന് എഴുതിയിട്ടുള്ള അങ്ങനത്തെ ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പം പല ബ്രാൻഡിലും ഉണ്ടാവും കേട്ടോ. ഈ ബ്രാൻഡ് തന്നെ എന്നല്ല, എല്ലാ ബ്രാൻഡിലും ഉണ്ടാവും. ഓർഗാനിക് കോക്കനട്ട് ഓയിൽ, ഓർഗാനിക് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനത്തതാണ് വാങ്ങിക്കല്. അപ്പോൾ ഇതിങ്ങനത്തെ പല ടൈപ്പിൽ കുപ്പിയിൽ വരും. അപ്പം ഈ ഒരു ടൈപ്പിലുള്ള കുപ്പിയാണ് വാങ്ങുന്നതെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്യലെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിയ ഒരു പഴയ കുപ്പി നമ്മളടുത്ത് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ അതിലേക്ക് ഞാനിവിടെ സ്റ്റോർ ചെയ്ത് വെക്കലാണ്, ഫില്ല് ചെയ്തിട്ട്. അപ്പോൾ ഈ എന്താ മുഴുവനായിട്ട് പൊളിക്കരുത്, ചെറിയ കുറച്ച് പൊളിച്ചതിന് ശേഷം ഇങ്ങനത്തെ ഒരു നാളുണ്ടാവും, അതിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ നമുക്കിതിൽ ഫില്ല് ചെയ്ത് വെച്ചാൽ മതി. എന്നാൽ ആവശ്യത്തിന് ഒഴിക്കാനും എളുപ്പമാണ്. അപ്പോൾ അത് ആ സെയിം വെളിച്ചെണ്ണാണിത്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 2 വലിയ സൈസുള്ള ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഏത് മീഡിയം സൈസ് അല്ല, അത്യാവശ്യം വലിപ്പമുള്ള 2 ഉള്ളിയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 800 ഗ്രാം ചിക്കൻ്റെ അളവാണ് ഞാൻ പറയുന്നത് മൊത്തം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് വാടി വരണം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. വാടി കുഴഞ്ഞ് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഫ്രൈ ആക്കി എടുക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാടാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ അതൊന്ന് വാടട്ടെ. ഇപ്പോൾ അതാ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നാണ്. ഈ ഒരു പാകം മതി. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവില്ല. ഒരുപാട് നേരിട്ടിട്ട് വഴറ്റിയിട്ടൊന്നുമില്ല. ഒരു 2 3 മിനിറ്റ് നേരിട്ടപ്പോഴത്തേക്ക് തന്നെ ഈ ഒരു രീതിയിലായി. ഇനിയിപ്പോൾ അതാ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതും ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരിക. അപ്പോൾ അതൊന്ന് മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനിതാ ഒരു വലിയ തക്കാളിയും ഒരു 3 4 പച്ചമുളകും ഇവിടെ അരിഞ്ഞ് വെച്ചാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാമേ. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുത്തോ. ഇതിപ്പോൾ വലിയ തക്കാളി ആയതുകൊണ്ട് ഒരൊറ്റൊന്നാണ് ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത തക്കാളി ഭയങ്കരമായിട്ട് പഴുപ്പൊന്നുമില്ല, ഒരു മീഡിയം പഴുപ്പിലുള്ളതാണ്. അപ്പോൾ അതൊന്ന് വാടി കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ അത് മൂടി വെച്ച് വേവിക്കാണ് കേട്ടോ. 2 3 മിനിറ്റ് ഒന്നേരം ഒന്ന് മൂടി വെച്ചാൽ നന്നായിട്ടൊന്ന് വാടി വന്നോളും. ഇപ്പോൾ അത് 2 3 മിനിറ്റിന് ശേഷമുള്ളതാണിത്. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നു. അപ്പോൾ നല്ല പെട്ടെന്ന് അങ്ങ് മാഷായിട്ട് കിട്ടും. നല്ല എന്താ പറയുക, വെന്തലിഞ്ഞ പോലെ എന്ന് പറയില്ല, അങ്ങനെ ആയി വന്നോളൂ കുറച്ച് നേരം മൂടി വെച്ചാൽ. ഇതിപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ നന്നായിട്ട് കണ്ടില്ല, തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നു. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. ഒരു 1.5 ടീസ്പൂണാണ്. എൻ്റെ ടീസ്പൂൺ പരന്ന സ്പൂണാണ് ഞാൻ എപ്പോഴും പറയലുണ്ട്. 1.5 ടീസ്പൂൺ മുളക് ചേർത്തിന്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഗരം മസാല വേണം. അത് ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. 1/4 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടിയ നല്ല ജീരകം പൊടിച്ച പൊടി, ക്യുമിൻ പൗഡർ ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. ഇത്രയാണ് ഇതിൽ പൊടികൾ ആവശ്യമുള്ളൂ. ഇത്രയും പൊടികൾ മാത്രം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറയട്ടെ, ഒരുപാട് ആൾക്കാർ വിചാരം എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ഒരുപാട് ഇങ്ങ് വാരിയിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ള ചില ആൾക്കാർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. അപ്പോൾ ഒരുപാട് സ്പൈസസ് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും. പിന്നെ പിന്നെ അതൊരു കുത്തുന്ന ഒരു ടേസ്റ്റായിട്ട് മാറുകയും ചെയ്യും. പിന്നെ നമ്മളെ നാവിന് പിന്നെ അങ്ങനത്തെ ടേസ്റ്റേ പിടിക്കുകയും ചെയ്യുള്ളൂ. ഒരുപാട് സ്പൈസസ് ഇട്ടാലേ നമുക്കതൊരു ടേസ്റ്റായിട്ട് തോന്നും എന്നുള്ള രീതിയിലേക്കാവും. അപ്പോൾ നമുക്ക് എല്ലാ ടേസ്റ്റും അങ്ങ് പറ്റാണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും സ്പൈസസ് കുറച്ചിട്ട് ഉണ്ടാക്കി ശീലിക്കുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എല്ലാ ടൈപ്പിലുള്ള ഭക്ഷണം നമുക്ക് തിന്നാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാനിത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കനും ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഞാൻ പറഞ്ഞാൽ 800 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഫുൾ ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബ്രസ്റ്റ് പീസ് മാറ്റി വെക്കലാണ് കേട്ടോ. കാരണം ബ്രസ്റ്റ് പീസ് ചിക്കനിലിട്ട് കറിയിലിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് തിന്നാനും മടിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ അത് ഫില്ലറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പല ആവശ്യത്തിനും എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ചെസ്റ്റ് പീസ് മാറ്റി വെക്കലാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മസാലയൊക്കെ ഈ ഒരു ചിക്കനിൽ പൊതിയുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ കൈയിലോണ്ട് മിക്സ് ചെയ്യാൻ കുറച്ചൊരു പ്രയാസമുണ്ട്. അപ്പോൾ ഞാനത് സ്റ്റീലിൻ്റെ കയ്യിലാക്കി മാറ്റുകയാണ് കേട്ടോ. എന്നാലാണ് കുറച്ചും കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ അത് കുറച്ച് തടിയുള്ള കയ്യിലായതുകൊണ്ടേ നമ്മൾ പരന്ന ഉരുളിയല്ല, അപ്പോൾ മിക്സ് ചെയ്യാനൊരു പ്രയാസമുണ്ട്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. നമ്മൾ ഉരുളിയിൽ വെക്കുന്ന ആയതുകൊണ്ട് തന്നെ വെള്ളം വേണ്ട. ചെറിയ തീയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ചിക്കനിന് നന്നായിട്ട് വെള്ളം വന്നോളും. ഇനിയിപ്പോൾ ഇത് ഈ ഒരു ഇതിൽ തന്നെ മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ചെറിയ സിമ്മിലാക്കി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 15 മിനിറ്റ് നേരം അത് അവിടുന്ന് വേവട്ടെ. ആ നേരം കൊണ്ട് നമുക്കിനിപ്പോൾ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ റൊട്ടി ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കേണ്ടിയുണ്ട്. അപ്പോൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. പകരം നെയ്യ് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പാണ് നെയ്യ് എടുത്തത്. പിന്നെ വേണ്ടത് ഷുഗറാണ് കേട്ടോ. ഈ ഷുഗർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തരിതരിയായിട്ടുള്ള പഞ്ചസാര ആയിരിക്കണം. നാട്ടിൽ കിട്ടുന്ന വലിയ കട്ട പോലെയുള്ള പഞ്ചസാര എടുക്കരുത് കേട്ടോ. അതാണെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾ കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കുക എന്തെങ്കിലും ചെയ്യണം. ആ ഒരു രീതിയിലുള്ള 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തത്. അതേപോലെ തന്നെ പാൽപ്പൊടിയാണിത്. പാൽപ്പൊടി ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് പാൽപ്പൊടി എടുത്തത് കേട്ടോ. ഇത്രയും പാൽപ്പൊടിയും ഇത്രയും പഞ്ചസാരയും ഇത്രയും ഓയിലൊന്നും വേണ്ട. ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കുറച്ച് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മളെ മാവ് അരമണിക്കൂർ വെച്ച സമയത്തേക്ക് തന്നെ നിങ്ങൾ നോക്കി എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് വന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. എന്നാൽ ഇത് കയ്യിലൊട്ടുന്ന ഭാഗമോ ഒന്നും അല്ല കേട്ടോ. നന്നായിട്ട് പരത്താനും പിടിക്കാനൊക്കെ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള നമ്മളെ ചപ്പാത്തിൻ്റെ പാകത്തിലുള്ള പൊടിയാണിത്. ഇനിയിപ്പോൾ അതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഉരുട്ടി എടുക്കുന്ന സൈസ് എന്ന് പറയുന്നത് നമ്മളെ സാധാരണ ചപ്പാത്തിക്ക് നമ്മൾ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിലുള്ള ഉരുളായിട്ടാണ് എടുക്കുന്നത്. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ഇതൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഒന്ന് ഉരുട്ടി വെക്കുക കേട്ടോ. ആദ്യം നമുക്കൊന്ന് ഉരുട്ടി വെക്കാം. ഇനിയിപ്പോൾ അത് ഉരുട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യണം. നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തൊരു ബോൾ പോലെ ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് 18 ബോൾസാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഇതിപ്പോൾ 4 കപ്പ് മൈദക്ക് എടുത്തത് ഒരു 18 ബോളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 18 റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇനി കവർ ചെയ്ത് വെക്കുക. തുറന്ന് വെക്കരുത്, കവർ ചെയ്ത് വെക്കുക കേട്ടോ ഓരോന്ന് എടുക്കുമ്പോൾ. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് എടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ നന്നായിട്ട് ഇതൊന്ന് പൊടിയിട്ടിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ മൈദപ്പൊടിയോ ഗോതമ്പൊടിയോ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. മാക്സിമം നൈസായിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കട്ടെ. ഒരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ നന്നായിട്ട് പരത്തിയെടുക്കുക. ഇതിപ്പോൾ ഓവർ സൈസ് ഒന്നല്ല, നമ്മൾ സാധാരണ ഒരു ചപ്പാത്തിൻ്റെ സൈസിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് നേരിയതായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഓയിലാണ് ഇതിലേക്ക് പരട്ടാൻ പോകുന്നത്. അപ്പോൾ ഓയിലിൻ്റെ അളവ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഒരു 1/4 ടീസ്പൂൺ പോലും ഇല്ല കേട്ടോ. അത്രയും കുറവാണ് ഓയിൽ വേണ്ടിയുള്ളൂ. ആ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എനിക്ക് ഇതിലൊന്നും അങ്ങനെ നെയ്യാക്കുന്ന അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഓയിലാണ് എടുത്തത്. ഇനിയിപ്പോൾ വേണ്ടത് പാൽപ്പൊടിയാണ് കേട്ടോ. പാൽപ്പൊടി നിങ്ങൾ കണ്ടല്ലോ, ഒരു 1/4 ടീസ്പൂണോളം പാൽപ്പൊടി മതിയാവും കേട്ടോ. 1/4 ടീസ്പൂൺ തന്നെ വേണമെന്നറിയില്ല. ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള സ്പൂൺ എന്ന് പറയുന്നത് ഒരു പരന്നിട്ടുള്ള സ്പൂണാണ്. അപ്പോൾ അതാ ഇത്തിരി പാൽപ്പൊടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൈദപ്പൊടിയൊക്കെ വിതറുന്ന പോലെ വിതറി കൊടുക്കുക. ഇനിയിപ്പോൾ അത്ര തന്നെ ഒരു 1/4 ടീസ്പൂൺ മതിയാവും പഞ്ചസാര കേട്ടോ. അത്ര തന്നെ പഞ്ചസാരയും കുറച്ചൊന്ന് വിതറി കൊടുക്കുക. ഇനി കൈകൊണ്ടത് പരത്താനും ഒന്നിനും പോകണ്ട. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വിതറി കൊടുത്താൽ മതി. വിതറി കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ സാധാരണ റൊട്ടി ഫോൾഡ് ചെയ്യുന്ന പോലെ തന്നെ സ്ക്വയറായിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ആദ്യത്തെ മടക്കിൽ ഞാൻ മടക്കി. ഇനിയിപ്പോൾ രണ്ടാമത് ഇവിടുന്ന് ഇങ്ങോട്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ തിരിച്ച് അപ്പുറത്തെ ഭാഗത്തും ഇപ്പുറത്തോ എൻ്റെ നേരെ ഓപ്പോസിറ്റിലും ഇതേപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ബോക്സ് പോലെ ആയിട്ട് വരും. ഇതിപ്പോൾ കണ്ടല്ലോ.
ഇതുപോലെ ബാക്കിയുള്ള മൊത്തം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. പഞ്ചസാരയും പാൽപ്പൊടിയും ഓയിലും ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല നല്ല കറക്റ്റ് അളവിൽ ഞാനിത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കംപ്ലീറ്റ് ഞാൻ ഫോൾഡ് ചെയ്തിട്ടോ. മൊത്തത്തിൽ ഞാനിതൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പരത്തി വെച്ചിട്ട് കവർ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ 2-3 ദിവസമൊക്കെ നിൽക്കും കേട്ടോ. നിങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ തലേന്നേ ഉണ്ടാക്കി വെക്കാം. ഇനിയിപ്പോൾ അത് അടുത്ത ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ എടുത്ത ഓയിൽ കണ്ടോ, ഞങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചത് നിങ്ങൾ വീഡിയോ ഒന്ന് റിവേഴ്സ് അടിച്ച് നോക്കിയാൽ മതി. ഞാനിത് മാറ്റി ഫില്ല് ചെയ്തതോ ഒന്നും അല്ല കേട്ടോ, സത്യമാണ്. ഇത്ര ആവശ്യമായിട്ടുള്ളൂ. 1-2 ടേബിൾ സ്പൂൺ ഓയിൽ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ പാൽപ്പൊടി ഇതാ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തത്. അതിലിപ്പോൾ 1-1.5 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഇവിടെ ബാക്കിയാണ്. പിന്നെ എടുത്തത് പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാരയും കുറഞ്ഞ അളവേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത്രയും പഞ്ചസാര ഇവിടെ ബാക്കിയാണ്. അപ്പം ഇതൊക്കെ ഇത്രയും സാധനമൊക്കെ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയതിനൊന്നും തോന്നണ്ടെന്ന് വെച്ചിട്ടാണ് കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ നമ്മൾ 15 മിനിറ്റിന് ശേഷം ഞാനിവിടെ ഉരുളിത്തെ ചിക്കൻ ഇവിടെ ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ കണ്ടോ, വെള്ളം നോക്കാണ്ട് നമ്മൾ വേവിച്ചിട്ട് ഇത്രയും വെള്ളം ഈ ഒരു ചിക്കൻ ഇറങ്ങി വന്നിട്ട് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 15 മിനിറ്റാണ് ഞാനിവിടെ വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ അതിനിവിടെ മാറ്റി വെക്കാം. ഇനി അതിന് ഒരു പണിയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇരുമ്പ് ചട്ടി ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ. ഇത് ഇരുമ്പ് ചട്ടി തന്നെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരും കേട്ടോ. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ സ്റ്റിക്കിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതിൽ തന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഉരുളിയിലുള്ള ആ ഒരു കറിയില്ലേ, ഗ്രേവിയോട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഒന്ന് പൊരിച്ചെടുക്കാനുള്ളതാണിത്. കംപ്ലീറ്റ് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് മൊത്തം ഞാൻ കറി മൊത്തം ഫുള്ളായിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒരു മീഡിയം തീയിലിട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഇളക്കിയില്ലെങ്കിലും ചെറിയ തീയിലിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇതായി വന്നോളൂ, അടി പിടിക്കൊന്നുമില്ല. ഞാനിപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിയട്ടെ. ഇപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷമുള്ളതാണിത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിലാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. ഇതിനെക്കാട്ടിലും വറ്റണം അല്ലെങ്കിൽ ഒന്നും കൂടെ കുറുകി വരണം, ഒന്നും കൂടെ ഫ്രൈ ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കാം. ഇത് കറക്റ്റാണ്. കാരണം നമുക്ക് കൂട്ടുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഗ്രേവി ഉണ്ടാവും, എന്നാൽ ഫ്രൈ ചെയ്ത ആ ഒരു ടേസ്റ്റും വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. തണുക്കുന്ന സമയത്ത് ഒന്നും കൂടെ കുറുകയും ചെയ്യും. ഇനിയിപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റൊട്ടി പരത്താൻ വേണ്ടി പോവുകയാണ്. അപ്പം സാധാരണ നമ്മൾ റൊട്ടി മടക്കി ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ തന്നെ പൊടിയിട്ടിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കാം. പിന്നെ ഇനി പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഭയങ്കര നൈസായിട്ട് ഇത് പരത്താൻ പോകരുത് കേട്ടോ. അപ്പം പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാരയും പാൽപ്പൊടിയും പുറത്ത് വരാണ്ട് പരത്തിയെടുക്കണം. അങ്ങനെ പുറത്ത് വരാണ്ട് നിൽക്കണമെങ്കിൽ ചെറുതായിട്ടൊരു തടിയിലേ അത് പരത്താൻ പറ്റുള്ളൂ. അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ചുടുന്ന സമയത്ത് ഇതിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാരമലൈസ് ടേസ്റ്റും ആവും. അതേപോലെ തന്നെ മൊത്തത്തിൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പുറത്ത് വരാണ്ട് നോക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതന്നെ ചൂടായ പാനിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കണ്ടല്ലോ, ചെറുതായിട്ടൊരു തടിയിലാണ് ഞാനിത് പരത്തിയെടുത്തത്. ഇനിയിപ്പോൾ അത് ആദ്യത്തെ മറിച്ചിടൽ ഞാൻ 2-3 ഡ്രോപ്സ്, നേരത്തെ ബാക്കിയുള്ള ആ ഓയിൽ തന്നെയാണ് എടുത്തത്. 2-3 ഡ്രോപ്സ് മതി. ഒന്ന് ഇട്ടിച്ച് കൊടുക്കുക, ഒന്ന് തിരിച്ചിട്ടിട്ട് പെട്ടെന്ന് ഇത് പൊള്ളി ബോൾ പോലെ വരും. എന്ന് വെച്ചിട്ട് നിങ്ങളത് ബോൾ പോലെ വന്നെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എടുക്കരുത്. കാരണം കുറച്ച് തടിയുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ അസ്ലങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ട് വേവണം എന്നുള്ള, മൂപ്പരെ പെങ്ങന്മാരെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം നന്നായിട്ട് പ്രസ് ചെയ്ത് വേവിച്ചെടുക്കണം എന്നാണ് പറയുക. അല്ലാണ്ട് ഇങ്ങനെ വെന്തിയില്ല എന്നും പറഞ്ഞിട്ട് അങ്ങ് മാറ്റി വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് വേവിച്ചിട്ടാണ് എടുക്കൽ. അപ്പോൾ നന്നായിട്ട് എല്ലാ കോർണറും എല്ലാം പ്രസ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ ഒരു റൊട്ടി എന്ന് പറയുന്നത്. അപ്പം ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് ഞാൻ എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ചൂടോടുകൂടി കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ, ചെറിയ മക്കളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചെറിയ ഇളം മധുരം ഉണ്ടാവും കേട്ടോ. ഈ ഒരു റൊട്ടിക്ക് ഒരു ചെറിയൊരു മധുരമാണ് ഉണ്ടാവുക. എന്നാൽ ഈ ഒരു മധുരമുള്ള റൊട്ടി നമുക്ക് കറീൻ്റെ കൂടെ അല്ല ഫ്രൈൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിനേറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫ്രൈ പോലത്തെ കറിയാണ് കേട്ടോ. അല്ലാണ്ട് സാധാരണ ഒഴിച്ച് കറി പോലത്തെ അങ്ങനത്തെ കറീൻ്റെ കൂടെ മാച്ച് ആവില്ല. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഫ്രൈ പോലെ ആക്കുന്ന ബീഫ് ഫ്രൈയോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ച പോലത്തെ ചിക്കൻ ഫ്രൈയോ അതൊക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിനിയിപ്പം സെർവ് ചെയ്യുന്ന ഭാഗത്തേക്ക് മാറിയിട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്രൈ ഒന്ന് ആദ്യം സെർവ് ചെയ്യാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കട്ടി കണ്ടില്ല നിങ്ങളൊന്ന്, തണുത്ത സമയത്ത് ഒന്നും കൂടെ ഒന്ന് കുറുകി വന്ന്. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇത് നമുക്ക് കുറച്ചൊരു ഗ്രേവി ഉണ്ടാവും, എന്നാൽ ഫ്രൈ ആയിട്ടുള്ള നല്ല ടേസ്റ്റും ഉണ്ട്. ഈ ഒരു പാകത്തിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ തിന്നാൻ ടേസ്റ്റാണ്. ഇനി ഒന്നും കൂടെ ഫ്രൈ ആക്കുന്ന സമയത്ത് ഒരു കറുപ്പ് കളറിലേക്ക് പോവുകയാണ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ വറ്റിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു റൊട്ടിക്ക് മാത്രമല്ല, പത്തിരിക്കോ പൊറോട്ടക്കോ ഈവൻ ബ്രെഡിൻ്റെ കൂടെ പോലും നല്ല ടേസ്റ്റാണ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈ ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മളെ ഇന്നത്തെ താരം
ഇന്നത്തെ താരം എന്താണ് നമ്മളെ പാൽപ്പൊടി റൊട്ടി. അപ്പോൾ പാൽപ്പൊടി റൊട്ടി ഇതാ നമ്മൾ മൊത്തത്തിൽ ചുട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു റൊട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ കണ്ടതാണ്. ഇതിൽ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല, വെറും ഫുൾ മൈദ ആണ്. അപ്പോൾ ആ ഒരു മൈദനെ കൊണ്ട് ഉണ്ടാക്കിയ റൊട്ടി എന്ന് പറഞ്ഞാൽ 2 വിരലുകൊണ്ട് മുറിക്കാൻ പറ്റുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു റൊട്ടി ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനമാണ് കേട്ടോ. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ട നല്ല ലെയർ ലെയറായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. കണ്ടോ, ഓരോരോ ലെയറായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ഇതിന് കറിയൊന്നും ഇല്ലാണ്ട് നമുക്ക് ചൂടോടുകൂടി ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് തന്നെ ചൂടോടെ ഒന്ന് മുറിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ 2 വിരലുകൊണ്ട് ഇങ്ങനെ മുറിക്കാൻ പറ്റുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു റൊട്ടി ഉണ്ടാവുക. അപ്പോൾ അത് കണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രേവിൻ്റെ കൂടെ ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ഒരു ഹാർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജി ഒന്ന് തരാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.